ഇപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന 7ാം നാളിലും കേരളത്തെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ കോൺഗ്രസ്. അനുനയ നീക്കത്തിന് കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും വഴങ്ങാതിരുന്നോടെ തീരുമാനം എ.ഐ.സി. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവർക്ക് വിടുകയായിരുന്നു. രമേശ് ചെന്നിത്തല ഡൽഹിയിൽ ഇപ്പോഴും തുടരുകയാണ്. ഡൽഹി ചർച്ചയ്ക്ക് ശേഷം വി.ഡി. സതീശനും കെ.പി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫും നാട്ടിലെത്തി. ചർച്ച നീണ്ടതിൽ ജനമനസ്സിൽ അതൃപ്തിയെന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു. സംതൃപ്തി നന്നായിട്ടുണ്ട്. വളരെ ശുഭോദർക്കമായ ചർച്ചയും തീരുമാനമാണ്. തീരുമാനം ഹൈക്കമാൻഡ് അറിയിക്കും. അതിൽ വിവാദ നടപടികളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ഞങ്ങളെല്ലാവരും ചേർന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം കണ്ടു തുടങ്ങി. നല്ല തീരുമാനം ഉണ്ടാവും. നേരത്തെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അത് പറയുന്നില്ല. അല്ല, ഞങ്ങൾ അതൊക്കെ അവരാണ് ഹൈക്കമാൻഡാണ് പറയേണ്ടത്. അവരാണ് തീരുമാനം പ്രഖ്യാപിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഖാർഗെജിയും രാഹുൽജിയാണ്. എന്താണ് ഇത്രയും വലിയൊരു തർക്കം? ഒരു മുഖ്യമന്ത്രിയെ കാണേണ്ടതല്ലേ. ഇനി എന്തെങ്കിലും മാനദണ്ഡം പരിഗണിക്കപ്പെടും? മാനദണ്ഡമൊക്കെ അവരുടെ മുമ്പിൽ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. അതെല്ലാം പരിഗണിക്കും. ആവശ്യം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഘടകകക്ഷികളായിട്ട് അതൊക്കെ അവരാ തീരുമാനിക്കേണ്ടത്. താങ്ക് യു. ഇന്നുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? നോക്കാം നമുക്ക്. പുതുതലമുറ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാകുമെന്നായിരുന്നു കെ മുരളീധരന്റെ മറുപടി. 2011 അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരികയല്ലേ. പഴയ തലമുറ മുഴുവനായിട്ട് മാറി പുതിയ തലമുറ വരുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. പഴയൊരു സെറ്റ് മുഴുവൻ അങ്ങ് മാറുകയല്ലേ. കെ കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടി ആന്റണിയുടെ കാലത്തൊന്നും തർക്കങ്ങളില്ലാതെ അന്ന് അവർക്ക് അന്നത്തെ ലീഡർഷിപ്പാണ്. ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നു. പുതിയ ആൾക്കാർ വരുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കോൺഗ്രസ്സിലുണ്ട്. അതിനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. മുഖ്യമന്ത്രി കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും മുമ്പ് മുതിർന്ന നേതാക്കളായ എ.കെ. ആന്റണി, വി.എം. സുധീരൻ, കെ മുരളീധരൻ എന്നിവരുടെ അഭിപ്രായം നേതൃത്വം തേടിയേക്കും. വിനിത വിജി ഡൽഹിയിൽ നിന്നും ആർ സീത്ത് തിരുവനന്തപുരത്തും ചേർന്നു. ആദ്യം വിനീതിലേക്കാണ്. വിനിത, ഇന്നലെ ഡൽഹി കേന്ദ്രീകരിച്ച് 3 മണിക്കൂറോളം ചർച്ച നടന്നു. ഒരു സമവായത്തിൽ എത്താനായില്ല. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെയും ഒരു പേര് തീരുമാനിക്കും. അത് താഴെത്തട്ടിലേക്ക് പറയും. അത് അംഗീകരിക്കുക എന്നുള്ളതാണോ അടുത്ത പ്രക്രിയ? അത് എപ്പോഴേക്കും ഉണ്ടാകും? ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി ചെന്നൈയിലാണുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഹൈക്കമാൻഡ് തല ചർച്ചകൾ ഇന്ന് നടക്കുന്നുണ്ടോ? ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? സുഹൈൽ, നിലവിൽ ഇതുവരെ ഡൽഹി കേന്ദ്രീകരിച്ച ഇന്നലെ നടന്ന ചർച്ചകൾക്കപ്പുറം മറ്റ് വലിയ നീണ്ട ചർച്ചകളൊന്നും തന്നെ ഇന്ന് ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇന്ന് ഈ തമിഴ്നാട് സത്യപ്രതിജ്ഞയും ഒക്കെയായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധി അവിടെയാണുള്ളത്. ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ന് ഉച്ചയോടുകൂടി ചില മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലും മറ്റും പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട 2 നേതാക്കളും ഇന്ന് ഡൽഹിയിലില്ല. ഒരുപക്ഷെ ഇരുവരും മടങ്ങി വന്നതിന് ശേഷമായിരിക്കും ഇനി തുടർ ചർച്ചകൾ ഉണ്ടാവുക. ചർച്ചകൾ എന്ന് പറയുമ്പോഴും അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ഒരു ചർച്ചയൊന്നും തന്നെ ഉണ്ടാകില്ല. കാരണം ഇന്നലെ തന്നെ നേതാക്കൾ പറഞ്ഞതാണ് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇനി ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഒടുവിലായുള്ളത്. അതിൽ ഏത് മാനദണ്ഡമാണ് ഹൈക്കമാൻഡ് സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും നിർണായകമാകുന്നത്. ഇന്നലെ 3 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്ക് ഒടുവിലും ഈ 3-ൽ മുഖ്യൻ ആര് എന്ന് കണ്ടെത്താനോ അങ്ങനെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനോ ഹൈക്കമാൻഡിന് സാധിച്ചിട്ടില്ല. ഈ ഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ ഒരു അഭിപ്രായം കൂടി ആരായും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ എ.കെ. ആന്റണി പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭിപ്രായം കൂടി തേടിക്കൊണ്ടാകും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുക എന്നാണ് നമുക്ക് ഈ ACC വൃത്തങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ നാളെയോടുകൂടി ഈ ചർച്ചകൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ നാളെ വൈകിട്ടോടു കൂടിയൊക്കെ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടന്നേക്കുമെന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ലഭ്യമാവുകയാണ്. പിന്നെ ഇന്നലെ വൈകിട്ടൊക്കെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെ തന്നെ നമ്മൾ കരുതിയിരുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്താ സമ്മേളനം ഒക്കെ നമ്മൾ കണ്ടിരുന്നുവെങ്കിലും ആ വാർത്താ സമ്മേളനത്തിലേക്ക് അടുത്തെത്തുമ്പോൾ അത് പ്രഖ്യാപനമായിരുന്നില്ല. ചില അഭിപ്രായങ്ങളും ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളുമൊക്കെയാണ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്തു തന്നെയാണെങ്കിലും അത് നേതാക്കൾ ഉൾക്കൊള്ളുമെന്നുമാണ് പിന്നീട് അറിയിച്ചത്. ഏതാണെങ്കിലും ഇപ്പോഴും രമേശ് ചെന്നിത്തല ഡൽഹിയിൽ തുടരുകയാണ്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരികെ കേരളത്തിലേക്ക് തിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും എങ്ങനെയായിരിക്കും തീരുമാനം എന്ന കാര്യത്തിൽ ഉദ്യോഗം നിറയുകയാണ്. ചിലപ്പോൾ ഒരു പേപ്പറിൽ ഇന്നയാൾ മുഖ്യമന്ത്രി എന്ന് പറയും, അല്ലെങ്കിൽ വാർത്താ സമ്മേളനം വിളിക്കും. തെലങ്കാന മുഖ്യമന്ത്രിയായി രേവന്ത് റെഡ്ഡിയൊക്കെ പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിനാണ്. അല്ലാതെ ഒരു പത്രക്കുറിപ്പിൽ പേര് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന കീഴ്വഴക്കവും കോൺഗ്രസിനുള്ളിലുണ്ട്, ഹൈക്കമാൻഡിനുണ്ട്. ഇപ്പോൾ ആർ ശ്രീജിത്ത് കൂടി തിരുവനന്തപുരത്ത് ചേർന്നു. ശ്രീജിത്ത്, ഒരാൾ അനുഭവ സമ്പത്തിന്റെ കരുത്തുമായി പറയുന്നു, മറ്റൊരാൾ MLA-മാരുടെ പിന്തുണ, മറ്റൊരാൾ ജനപിന്തുണ. അങ്ങനെ 3 പേരും അവരുടെ ക്ലെയിമുകൾ ഇന്നലെ ഉന്നയിച്ചു കഴിഞ്ഞു. ഒരു പേരിലേക്ക് സ്വാഭാവികമായി ഹൈക്കമാൻഡ് ചുരുങ്ങേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മറ്റു 2 പേരുകളെ എങ്ങനെ കോംപ്രമൈസ് ചെയ്യാനായിരിക്കും ഹൈക്കമാൻഡ് നോക്കുക? എന്തായിരിക്കും അവർക്കുള്ള ഫോർമുല? ശ്രീജിത്ത്,
സുഹൈല് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാതെ പോകുന്ന രണ്ട് പ്രധാന നേതാക്കളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും, അവരെ എങ്ങനെ സമാശ്വസിപ്പിക്കും എന്നതാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി. കാരണം മുഖ്യമന്ത്രി സ്ഥാനം സുഹൈൽ സൂചിപ്പിച്ച പോലെ ഒരാൾക്ക് മാത്രം നൽകാൻ കഴിയുന്ന പദവിയാണ്. അതിൽ വീതം വെപ്പ് പോലുള്ള കാര്യങ്ങളെ നിർദ്ദേശങ്ങൾ വന്നാൽ അത് അംഗീകരിക്കില്ല എന്ന കാര്യം വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ ഇതിനകം വ്യക്തമാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതെ പോകുന്ന നേതാക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കാം, അവർക്ക് ഏത് തരത്തിലുള്ള പരിഗണന നൽകി അവരെ അനുനയിപ്പിച്ച് കൂടെ നിർത്താം, പ്രതിഷേധങ്ങൾ ഒഴിവാക്കാം എന്നതിലാണ് ഹൈക്കമാൻഡ് തലപോയിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മുതിർന്ന നേതാക്കളുമായി അടക്കം ഹൈക്കമാൻഡ് വൃത്തങ്ങൾ ആശയവിനിമയം നടത്തും. പ്രത്യേകിച്ചും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ സംസ്ഥാനത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവായ AK ആന്റണി അടക്കമുള്ളവരുമായി സംസാരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംസാരിക്കുന്ന ഒപ്പം തന്നെയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തഴയപ്പെടുന്ന നേതാക്കൾക്ക് മന്ത്രിസഭയിൽ പ്രധാന വകുപ്പ്, പ്രത്യേകിച്ചും ആഭ്യന്തരം, ധനം പോലുള്ള ഗ്ലാമർ വകുപ്പുകൾ നൽകുക. ഒപ്പം തന്നെ സംഘടനാ തലത്തിൽ KPCCയിലും അല്ലെങ്കിൽ AICCയിലും കാര്യമായ പരിഗണന നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഒരു പാക്കേജിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന സൂത്രവാക്യം എന്ന് പറയുന്നത്. എങ്കിൽ പോലും അതുകൊണ്ടൊക്കെ ഈ നേതാക്കൾ തൃപ്തിപ്പെടുമോ എന്ന കാര്യം സംശയമാണ്. എങ്കിൽ പോലും ഹൈക്കമാൻഡിൽ എല്ലാ തീരുമാനമെടുക്കാനുള്ള അധികാരവും നിക്ഷിപ്തമാക്കിയ ശേഷമാണ് 3 നേതാക്കൾ രമേശ് ചെന്നിത്തല അവിടെ തങ്ങുകയാണെങ്കിലും സാങ്കേതികമായി 3 നേതാക്കളും ചർച്ച പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഇനി തീരുമാനം പുറത്തു വരുമ്പോഴാണ് സംഭവിക്കാനുള്ളത്. സംസ്ഥാനത്തെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളുമെല്ലാം അമർച്ച ചെയ്ത ശേഷമാണ് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ കൊട്ടാര വിപ്ലവങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രതിഷേധങ്ങളോ പൊട്ടിപ്പുറപ്പെടില്ല എന്നൊരു പ്രതീക്ഷയാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളെന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, അലയൊടിച്ച പ്രതിഷേധങ്ങളൊക്കെ ഹൈക്കമാൻഡ് നിർത്തിയിട്ടുണ്ട്. ഇനി ഒരു പ്രതിഷേധം ഉണ്ടെങ്കിൽ അത് അയോഗ്യതാ മട്ടിൽ കണക്കാക്കുമെന്ന് പറഞ്ഞതോടുകൂടി മുകളിൽ നിന്നൊരു പേര് വരും. ആ പേര് ഇവിടെ അംഗീകരിക്കപ്പെടും. ഒരാൾ മുഖ്യമന്ത്രി പാക്കേജ് കൊടുക്കും, മറ്റു 2 പേർക്ക് നഷ്ടപരിഹാര കണക്കെന്ന കണക്കെ കോമ്പൻസേറ്ററി എന്ത് പാക്കേജ് കൊടുക്കും, എന്തായിരിക്കും ഫോർമുല എന്നുള്ളതടക്കം കാത്തിരുന്ന് കേരളം കാണും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.